എമ്പ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണ് പുരാണം. അതിന് എമ്പ്രാനായ അനന്തപിള്ള നല്ലോല കട്ട് കള്ളപ്പണം മുഴുവൻ ഇലക്ഷന് വേണ്ടി ഒഴുക്കി. പരിസരവാസികളായി ഞാനും നീയും അല്പം തൊട്ട് നക്കി. അതൊരു തെറ്റാണോ? അതൊരു തെറ്റല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര തെറ്റാണെന്ന് പോലീസ് മൂരാജികൾ വിചാരിക്കുന്നു. ആശാൻ അകത്ത് കിടക്കുന്നോണ്ട് ശിഷ്യന്മാരായ നമ്മളെ രണ്ടുപേരെയും പൊക്കും. ആശാൻ വലിയ നേതാവായതുകൊണ്ട് അയാളെ പോലീസ് തല്ലത്തില്ല. പക്ഷെ എന്റെ നിന്റെ ഉണ്ടല്ലോ, തണ്ണിമത്തം പോലുള്ള ഈ വയറിലിട്ട് പോലീസ് ചപ്പാത്തി പരത്തും പോലെ പരത്തും. മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും പറയും. എനിക്ക് അസഭ്യം കേൾക്കാൻ വലിയ ഇഷ്ട. നീ പിന്നെ മനുഷ്യജന്മല്ലോ. കൊടിയാടി, നീ വാൽപ്പാറയ്ക്ക് മുങ്ങ്, ഞാന് കൊടൈക്കനാലിലേക്ക് മുങ്ങാം. തമിഴ് പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് അവിടെ വന്ന് പിടിക്കും. തമിഴിലുള്ള അസഭ്യവും കേൾക്കണം. പോലീസ് എന്തെങ്കിലും ചെയ്തോട്ടെ. എടാ, കട്ടെടുത്ത കാശ് മാത്രം ചോദിക്കാതിരുന്നാ മതി. ഒരു 3-4 കോടി പൊടിയാടി അമ്മയ്ക്കല്ലേ. എങ്ങനെ മുക്കാൻ പറ്റും? അനന്തന്റെ കണ്ണാണ്. കട്ടെന്നറിഞ്ഞ തട്ടിക്കളയും. എന്റെ ദൈവമേ, കട്ടെടുത്ത കാശ് മുഴുവനും എന്റെ അച്ഛൻ മാർക്കോസ് പൊടിയാടിയുടെ കല്ലറയെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. മാർക്കോസ് ചത്തുപോയെങ്കിലും എന്നെക്കാളും വലിയ കള്ളനാ. ഇനി കല്ലറയിൽ നിന്ന് കാശ് പഠിച്ചോണ്ട് അയാൾ പോവോ? എന്റെ ദൈവമേ. എടോ, താൻ എന്താണ് പൊടിയാടി ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ചത്തുപോയ എന്റെ അപ്പൻ മാർക്കോസ് പൊടിയാടി ഭാവിയിൽ ഒരു പുണ്യാളനാ. അദ്ദേഹത്തിനോടൊന്ന് പ്രാർത്ഥിച്ചതാ. അല്ല ജയ, താൻ ഈ കാശൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാ? അവിടെ ഒന്ന് അതുകൊണ്ട് അടിച്ചെടുക്കാനാണോ? എന്റെ പൊന്ന് ജയ, അതിനൊന്നും അല്ല. ദയവ് ചെയ്ത് പോലീസിന് കൊടുക്കരുത്. നീ കാശ് കൊണ്ടുവന്ന് വല്ല സെപ്റ്റി ടാങ്കിലും താഴ്ത്തും. അവിടെ ആവുമ്പോഴേ പോലീസ് കയറില്ല. അവന്മാരുടെ തല കറങ്ങും. താൻ കൊള്ളാലോടെ പൊടിയാടി. സെപ്റ്റി ടാങ്കില് കാശ് സൂക്ഷിച്ചാലേ അത് ദ്രവിച്ചു പോവും. എനിക്കിട്ട് പണി തരുന്നതല്ലേ? അയ്യോ, ഒരിക്കലുമല്ല. നമ്മൾ രണ്ടുപേരും 2 പൊളിറ്റിക്കൽ ഫ്രോഡുകളാണല്ലോ. വർഗസ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? പോലീസ് പിടിക്കുന്നതിന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കണമല്ലോ. IG-യുടെയോ DGP-യുടെയോ വീട്ടിൽ കയറി ഒളിച്ചിരുന്നാലോ നമുക്ക്? അവിടെ ആവുമ്പോ പോലീസ് പിടിക്കത്തില്ലല്ലോ. എടാ, നടപ്പുള്ള കാര്യം വല്ലോണ്ടെങ്കിൽ പറ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാഷായ വേഷം ധരിച്ച് കാശിക്ക് പോകാം. കുറെ സന്യാസികളെ പോലെയൊക്കെ അലങ്ങി കിടക്കാം.